വെർട്ടിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കാം. The relationship of the activities of a project is given below. Draw the network and calculate the expected time for each activity and mark the critical path. ഇതിനകത്ത് തന്നിട്ടുള്ളത് പ്രീഡിസസർ ഇവൻറ്റ്, സക്സസർ ഇവൻറ്റ്, TO ഒപ്റ്റിമിസ്റ്റിക് ടൈം, TM മോസ്റ്റ് ലൈക്ലി ടൈം, TP പെസിമിസ്റ്റിക് ടൈം. അപ്പോൾ ഇത്രയും വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്, ടേബിളായിട്ട് തന്നിട്ടുണ്ട്. പ്രീഡിസസർ ഈവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ഉള്ള ഇവൻറ്റ്, സക്സസർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രീഡിസസർ കഴിഞ്ഞ് വരുന്നതാണ് സക്സസർ ഈവൻറ്റ്. അപ്പോൾ പ്രീഡിസസർ ഈവൻ്റ് ഉണ്ട്, സക്സസർ ഈവൻ്റ് ഉണ്ട്. അപ്പോൾ 10-20 എന്ന് പറയുന്നതാണ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ 10-20 ആണ്. അപ്പോൾ 10 എന്ന് പറയുന്ന ഈവൻറ്റും 20 എന്ന് പറയുന്ന ഈവൻറ്റും ചേരുമ്പോഴാണ് 10-20 എന്ന് പറയുന്ന ആക്ടിവിറ്റി വരും. അതുപോലെ 10-30, 10-50. അപ്പോൾ അതിൻ്റെ ടൈം വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 20-40, 20-50, 30-60, 40-70, 40-80, 50-70, 60-70, 70-80. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ്, ടൈം വാല്യൂസ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ടൈം വാല്യൂസ് ഇതിനകത്ത് നമുക്ക് TE ഷെഡ്യൂൾഡ് ടൈം അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. TE വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അത് ആ ഇക്വേഷനകത്ത് TO + 4TM + TP/6 എന്നുള്ള ഇക്വേഷനകത്ത് ഇട്ടിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് TEയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് വേണം നെറ്റ്വർക്ക് ഡയഗ്രാം ഓരോന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട്. നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതിനകത്ത് നോക്കുക. ഇപ്പോൾ 10-20 നമ്മൾ വരയ്ക്കുക. 10 എന്ന് പറയുന്ന ആക്ടിവിറ്റി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 10 എന്ന് പറയുന്ന ഈവൻറ്റ് കഴിഞ്ഞിട്ട് 20 എന്ന് പറയുന്ന ഈവൻ്റാണ്. ഇത് ഒന്നാമത്തെ ആക്ടിവിറ്റി. രണ്ടാമത്തെ 10-30, 10 30 എന്ന് പറയുന്ന ആക്ടിവിറ്റി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 10-30, 10-50, 10 50 10-50. അത് കഴിഞ്ഞിട്ട് 10-50, 20-40, 20ൽ നിന്ന് 40, 20-40, 20-50, 20-50, 30-60, 30-60 മാർക്ക് ചെയ്തു. 30-60, 40-70, 40-70, 40-80, 40-80, 50-70. 50-70 എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇങ്ങനെ വരാൻ പാടില്ല. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിസ്റ്റേക്കാണ്. അങ്ങനെ ക്രോസിങ് വരാൻ പാടില്ല. അത് വീണ്ടും വരയ്ക്കണം. അപ്പോൾ 50-70. അടുത്തുള്ളത് 60-70, 60-70, 70-80, 70-80. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഈ ക്രോസിങ് ഉള്ളതുകൊണ്ട് നമ്മളിത് മാറ്റി വരയ്ക്കണം. ക്രോസിങ് വരാതെ രീതിയിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്ത്, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 50-70 അതുപോലെ 60-70 ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ലൈൻ 10-20-40 എന്ന് പറയുന്ന ലൈൻ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അറേഞ്ച് ചെയ്ത് വരയ്ക്കണം. ഒന്നുകൂടെ റീറൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ റീഡ്രോ ചെയ്യണം. ഈ നെറ്റ്വർക്ക് ഡയഗ്രാം റീഅറേഞ്ച് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ക്രോസിങ് ഒരു ലൈനും ഒരിടത്തും ക്രോസിങ് വരാൻ പാടില്ല. അതാണ് നമ്മുടെ എയിം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ 10-20-40-70 എന്ന് പറയുന്ന ഈ പാത്തിനെ ഈ 50ക്ക് മേളിൽ അല്ലെങ്കിൽ ഈ പാത്ത് രണ്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പോകണം. 10-20-40-70 എന്ന് പറയുന്നത്
ഈ പാത്ത് മേളിലൂടെ എടുക്കുകയാണ്. അതുപോലെ ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന 50-70 പാത്ത് ഈ ലൈനിൽ വരയ്ക്കുകയാണ്. ഇപ്പോൾ റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. ഫസ്റ്റ് 10 ഉണ്ട്. 10 കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ആദ്യം വരച്ചത് 20 ആയിരുന്നു. 20 മാറ്റിയിട്ട് ഞാനിവിടെ 50 മാർക്ക് ചെയ്തു. അതായത് 10 കഴിഞ്ഞ് 20 ആക്ടിവിറ്റി ഇവിടെ മാർക്ക് ചെയ്തു. താഴെ 10, 30 ഉണ്ട്. കൂടാതെ 20 കഴിഞ്ഞിട്ട് 20 നിന്ന് 40 ആണ്. 40 അവിടെ മാർക്ക് ചെയ്തു. 40 നിന്ന് നേരെ അല്ലെങ്കിൽ 20 നിന്ന് 50ലേക്ക് ഒരു ലൈനുണ്ട്. അതുകൂടാതെ 30, 60 ഉണ്ട്. 40, 70 ഉണ്ട്. ഇത് 50, 40, 80 ഉണ്ട്. 40, 80 ഉണ്ട്. അത് കഴിഞ്ഞാൽ 50, 70. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ക്രോസിംഗ് ഉണ്ട്. അത് വരാൻ പാടില്ല. 50, 70 ഉണ്ട്. അടുത്ത് 60, 70 ഇങ്ങനെ വരും. അപ്പോൾ അത് റീഅറേഞ്ച് ചെയ്യണം. ഈ 80യെ ഇപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 80യെ മാറ്റിയാൽ മതി. 80 അപ്പർ സൈഡിൽ കൊടുക്കണം. 40ക്ക് മേളിലായിരിക്കും. 70 ഇങ്ങോട്ട് കൊടുക്കുക. 70 ഈ 80യുടെ ലൊക്കേഷനിൽ 70 കൊടുക്കുക. 70യുടെ ലൊക്കേഷനിൽ 80 കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവും. അഗെയിൻ വീണ്ടും നമ്മൾ വരയ്ക്കുക. 10, ഇവിടെ 50, 20, 30, 20 കഴിഞ്ഞിട്ട് 40, 20, 50, ഇത് 30, 60, 40, 70 ആണ് നമ്മളിവിടെ വരച്ചത് നേരത്തെ. 80 കൊടുക്കുക. 80 അത് 40, 70 ഇവിടെ 70, 50, 70, 60, 70, 78. അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം വരയ്ക്കാൻ. അപ്പോൾ ഇനി ഒരു റീഅറേഞ്ച്മെൻറ്റ് കൂടെ ചെയ്യാൻ കാണുമ്പോൾ ഒരു നല്ല ഭംഗിയൊക്കെ വേണ്ടി നെറ്റ്വർക്കിന് ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്ന ഈ 70 കുറച്ചുകൂടെ ഈ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരാം. 70 ഒരു സെൻറ്റർ പോയിൻ്റ് ആക്കി വന്നു കഴിയുമ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു വ്യൂ നല്ലൊരു രസമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെറ്റ്വർക്ക് നമുക്കൊരു അറേഞ്ച്മെൻറ്റ് ഒന്നുകൂടെ ചെയ്യണം. Twenty, 40, 80, 50, 70, 80, 30, 60, 67. അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം. ഇതിനകത്ത് നമ്മളിനി ഇക്വേഷൻ എന്ന് പറയുന്നത് T = TO +
4TM പ്ലസ് TP/6 ആ ഇക്വേഷനകത്ത് കിട്ടുമ്പോഴത്തേക്ക് ടിയുടെ വാല്യൂ കിട്ടും. ടി എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ടൈം അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ടൈം എന്ന് പറയും. അപ്പോൾ എക്സ്പെക്റ്റഡ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ലൈൻ നെറ്റ്വർക്കിനകത്ത് എഴുതാൻ പറ്റും. അപ്പോൾ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാനിത് ഇവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. 10-20ക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ 20-40ക്ക് 9, 10-50 6, അതുപോലെ 10-30 4, 30-60 11, 50-70 3, 40-70 ലൈനുണ്ട്. 40-70 ഇവിടെ ഇതിൻ്റെ വാല്യൂ 0 ആയിട്ട് വരും. 0 എന്ന് പറയുന്നതിന് ഡമ്മി ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡോട്ടഡ് ലൈനാണ്. അപ്പോൾ അതിന് ടൈം വാല്യൂസ് ഇല്ല. ടൈം വാല്യൂസ് ഇല്ലാത്ത ഒരു ഡമ്മി ആക്ടിവിറ്റിയാണ്. അങ്ങനെ ടൈം വാല്യൂസ് ഇല്ല 0 ആയിട്ട് വരുവാണെങ്കിൽ TO 0 ആയിരിക്കും, TM 0 ആയിരിക്കും, TPയും 0 ആയിരിക്കും. അങ്ങനെ എല്ലാ ടൈം വാല്യൂസും 0 ആയിട്ട് വരുന്നതാണ് ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആ ഡമ്മി ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് ഡോട്ടഡ് ലൈനായിട്ട് കാണിക്കണം. അപ്പോൾ അത് അത്രയുമായി. ഇനിയിപ്പോൾ അതിൽ ടൈം ഇല്ല. അപ്പോൾ 40-80 എന്ന് പറയുന്നത് 3, 40-80 3, 70-80 12, 70-80 12, 60-70 30. നമ്മൾ ടിയും TL വാല്യൂ കണ്ടുപിടിക്കാം. ടി എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം, ടിയും TL ലേറ്റസ്റ്റ് അലവബിൾ ടൈം. ഈ രണ്ട് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ടി ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ 0 ആയിരിക്കും. 2 ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ടി എന്ന് പറയുന്നത് 2 അല്ലേ. അടുത്ത് 40ൽ വരുമ്പോൾ ടി ഈക്വൽ ടു +2 + 9 11 ഇല്ലേ. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് 80ൽ വരുമ്പോൾ ഇവിടെ രണ്ട് വാല്യൂസ് നമ്മൾ ഇവിടെ നോക്കണം. ഈ ഡയറക്ഷനും വരുന്നുണ്ട്, ഈ ഡയറക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഡയറക്ഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ 20-50 ടൈം വാല്യൂ എഴുതിയിട്ടില്ല, 7. ഓക്കെ. അപ്പോൾ 10-50 അവിടെ ടിയുടെ വാല്യൂ 6 6 ഈ ഡയറക്ഷനിൽ വരുമ്പോഴാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ നിന്ന് ഒരു ലൈൻ വരുന്നുണ്ട് അല്ലേ, ഈ ഡയറക്ഷനിൽ ഒരു ലൈൻ വരുന്നത്. അപ്പോൾ ആ 7 ഇവിടെ ആൾറെഡി ഇവിടെ 7 ഉണ്ട്. പിന്നെ ഇതിലൂടെയാണ് വരുന്നത്. ഇതുവരെ T2 ഉണ്ട്. T2 + 7 അപ്പോൾ 8 9 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 6 എഴുതാൻ പറ്റത്തില്ല, 9. ടിയുടെ വാല്യൂ 9 ആണ് ആ ലൊക്കേഷനിൽ. നമ്മൾ നോക്കുന്നത് 70ലെ ടിയുടെ വാല്യൂ ആണ്. ടി ഈക്വൽ ടു ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 9 + 3 12 വരും. 12 ഈ ഡയറക്ഷനിലാണ്. ഇനി ഈ ഡയറക്ഷൻ നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടിയുടെ വാല്യൂ 0 + 4 4. ഈ ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ടി ഈക്വൽ ടു 4 + 11 15. ഇവിടെ ആണെങ്കിൽ 13 ഉണ്ട്. 15 + 13 എത്ര വരും? 28 വരും. അപ്പോൾ ഇവിടെ ടിയുടെ വാല്യൂ 28 ആണ് വരുന്നത്. ഹയസ്റ്റ് വാല്യൂ ആണ് നമ്മൾ എഴുതേണ്ടത്. വീണ്ടും നമുക്കിവിടെ T80ൽ എത്ര ആണ് വാല്യൂ കിട്ടുന്നതെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. T80ൽ കിട്ടുന്നത് ഇവിടെ 11 + 3 ആണെങ്കിൽ 14 വരും. പക്ഷെ ഇവിടെ ആൾറെഡി 70ൽ 28 ഉണ്ട്. 28 + 12 40 വരും അല്ലേ ടിയുടെ വാല്യൂ. അപ്പോൾ നമ്മൾ ഹയസ്റ്റ് വാല്യൂ ആണ് എഴുതേണ്ടത്. ടിയുടെ വാല്യൂ 40 ആണ്. അപ്പോൾ പ്രോജക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 40 ഡേയ്സ് അല്ലെങ്കിൽ 40 മന്ത്സ് അല്ലെങ്കിൽ 40 വീക്സ് അല്ലെങ്കിൽ അങ്ങനെ യൂണിറ്റ്സ് ഓഫ് ടൈമിലായിരിക്കും എഴുതേണ്ടത്. അപ്പോൾ ആ ഡേയ്സിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അപ്പോൾ ആ ആക്ടിവിറ്റി നമ്മളെന്താ പറയണം, ഡേയ്സിൽ എഴുതണം. 40 ഡേയ്സ് ആണ് പ്രോജക്റ്റ് കംപ്ലീഷൻ്റെ ടൈം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, TLൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. TLU
വാല്യൂ അവസാനത്തത് ഈക്വൽ സെയിം തന്നെ ആയിരിക്കും. ടിയും ടി എല്ലും ഈക്വൽ ആയിരിക്കും, അവസാനത്തെ ഈവൻറ്റിൽ സെയിം ആയിരിക്കും. ഇനി റിവേഴ്സ് ഡയറക്ഷനിൽ വരിക. ഇവിടെ വരുമ്പോഴത്തേക്ക് ടി എൽ T28 TL എന്ന് പറയുന്നത് 40 മൈനസ് 12 സെയിം വാല്യൂ തന്നെ കിട്ടും, 28 എന്ന് കിട്ടും. ഇനി ഓരോ ഡയറക്ഷൻ നമ്മൾ മൈനസ് ചെയ്ത് പോവുക. ഇവിടെ നോക്കുവാണെങ്കിൽ 40 മൈനസ് 3 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. -3 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ 37 ആണ് വരുന്നത്, 37. ഇനി ഇവിടെ ഈ ഡയറക്ഷനിൽ നമ്മൾ നോക്കണം. ഈ ഡയറക്ഷനിൽ ഒരു ഡമ്മി ആക്ടിവിറ്റി ആണെങ്കിൽ ഒരു ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡമ്മി ആക്ടിവിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 28 വരും അല്ലേ. ഈ ഡയറക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടി എല്ലിൻ്റെ വാല്യൂ 28 ആണ്. അപ്പോൾ ആ 28 ഇവിടെ വരും. അപ്പോൾ ലോവസ്റ്റ് ഇവിടെ 37 നമുക്ക് ആൾറെഡി കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡയറക്ഷനിൽ വരുമ്പോൾ 28 ആണ്. അപ്പോൾ ലോവസ്റ്റ് വാല്യൂ ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ 37 അല്ല, ഇവിടെ ടി എല്ലിൻ്റെ വാല്യൂ 28 ആണ്. ഇനി ഈ ഡയറക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 28 മൈനസ് 9, അപ്പോൾ 19 വരും. അത് എഴുതുന്നതിന് മുന്നേ ഈ ഡയറക്ഷനും കൂടെ നോക്കണം അല്ലേ. 70-50 ഇവിടെ 28 ഉണ്ട്. 28 മൈനസ് 3 ടി എൽ ഈക്വൾ ടു 28 മൈനസ് 3 എന്ന് പറയുമ്പോൾ 25. ടി എല്ലിൻ്റെ വാല്യൂ 25 വരും. അപ്പോൾ ഈ 25 ഇവിടെ ഉണ്ട് അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് 25 മൈനസ് 7 എന്ന് പറയുമ്പോൾ 18 അല്ലേ, 18 വരും. നമ്മൾ നേരത്തെ ഇവിടെ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തത്, 19 ആണ്. അപ്പോൾ ലോവസ്റ്റ് വാല്യൂ ടി എൽ എന്ന് പറയുന്നത് 18 ആണ് എഴുതേണ്ടത്. ഈ ഡയറക്ഷനിൽ വന്നപ്പോൾ നമുക്കിവിടെ 28 മൈനസ് എത്രയാണ്, 9. ഈ വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 19 കിട്ടി. ഈ ഡയറക്ഷനിൽ വരുമ്പോഴത്തേക്ക് 25 മൈനസ് 7 ആണ് കിട്ടിയത്. ഇവിടെ 18 ആണ് ആ വാല്യൂ എഴുതേണ്ടത്. ലോവസ്റ്റ് വാല്യൂ റിവേഴ്സ് ഡയറക്ഷനിൽ വരുമ്പോൾ ടി എല്ലിൻ്റെ എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് വാല്യൂ എഴുതാം. അപ്പോൾ ഇവിടെ 18 എഴുതും. ഇനി വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വരിക. 70 ടി എല്ലിൻ്റെ വാല്യൂ ഇവിടെ 28 കിട്ടി. 28 ഇവിടെ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ 13 28 നിന്ന് പോയി കഴിഞ്ഞാൽ ടി എല്ലിൻ്റെ വാല്യൂ 15 ആയിരിക്കും. 15 ഇവിടെ ടിയും ടി എല്ലിൻ്റെ വാല്യൂ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ 15 ഉണ്ട്. ടി എൽ ഈക്വൾ ടു 15 ആണ്. 15 മൈനസ് 11 ടി എല്ലിൻ്റെ വാല്യൂ 4. 15 മൈനസ് ഈ ഷെഡ്യൂൾഡ് ടൈം 11 മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് 4 വരും. ഇനി 4 മൈനസ് ഇവിടെ ടി എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 4 മൈനസ് ദിസ് 4, അപ്പോൾ 0 ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 25 മൈനസ് 6 വരും. എത്ര വരും, 19 വരും. ഇവിടെ ആണെങ്കിൽ 18 മൈനസ് 2 16 വരും. അപ്പോൾ ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 നമ്മൾ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. റിവേഴ്സ് ഡയറക്ഷനിൽ ഇപ്പോൾ ഒരു ആക്ടിവിറ്റിയിലേക്ക് 2 3 അല്ലെങ്കിൽ 4 ഈവൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ 2 ഡയറക്ഷൻ നോക്കുമ്പോൾ ടി എല്ലിൻ്റെ വാല്യൂ ആണെങ്കിൽ മിനിമം വാല്യൂസ് വേണം എഴുതേണ്ടത്. 2 ഡയറക്ഷനിൽ നോക്കിയിട്ട് മിനിമം വാല്യൂ ടി എല്ലിൻ്റെ ഇതിൽ എഴുതുക. ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർവേഡ് ഡയറക്ഷനാണ്. ഫോർവേഡ് ഡയറക്ഷനിൽ ടി നോക്കുമ്പോൾ മാക്സിമം വാല്യൂ വേണം എഴുതേണ്ടത്. ഫോർവേഡ് ഡയറക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ടി ആണ്, ടി മാക്സിമം വാല്യൂ ആണ് എഴുതേണ്ടത്. അപ്പോൾ ആ കേസിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഗർ 2-ൽ ടിയുടെ വാല്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിലൊരു ടൈം വാല്യൂ വരും, ഈ ഡയറക്ഷനിൽ കൂടെ ഒരു ടൈം വാല്യൂ വരും. ഈ ഏത് ഡയറക്ഷനിലാണ് വരുന്നത് അതിൻ്റെ
മാക്സിമം വാല്യൂ ആണ് എഴുതേണ്ടത്. ഈ കേസിലാണെങ്കിൽ ഇവിടെ നിന്നാണ് ഇവിടെ നിന്നൊരു ടൈം വാല്യൂ ഉണ്ട്, ഇവിടെ നിന്നൊരു ടൈം വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതിൽ മിനിമം വാല്യൂ ആണ് ടി എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. മിനിമം വാല്യൂ എഴുതുക, ഏതൊക്കെ ഡയറക്ഷനിലാണ് വരുന്നത് ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് മിനിമം വാല്യൂസ് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി ഇതുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം പാത്ത് അല്ലെങ്കിൽ സെയിം ടി എല്ലിൻ്റെയും ടിയുടെയും ടി എല്ലിൻ്റെയും സെയിം വാല്യൂസ് വന്നതാണ് ക്രിട്ടിക്കൽ പാത്ത്. അത് ഡബിൾ ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, മാർക്ക് ദ ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് 10, 30, 60, 70, 80 എന്ന് പറയുന്നതാണ് ക്രിട്ടിക്കൽ പാത്ത്. അത് നമ്മൾ ആൻസർ എഴുതുമ്പോൾ എടുത്ത് എഴുതുക. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് critical path equal to 10, 30, 60, 70, 80. ഇതാണ് ക്രിട്ടിക്കൽ പാത്ത്. ഇതിൻ്റെ പ്രോജക്റ്റ് ഡ്യൂറേഷൻ 40 days ആണെങ്കിൽ ഡേയ്സ്. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്.